ഈ സുഖല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴേ അനിയൻ കൊണ്ടു തന്നതാണേ ഇത്. ചേച്ചിയും ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാലാണ് അവൻ ഇങ്ങനെയുള്ള ഓരോ സാധനം കൊണ്ട് വരിക. അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കും, ഞാനിത് വാങ്ങിക്കണ്ടേ, നിങ്ങളിതാക്കൂലേ, നമുക്ക് ഇന്നത് ചെയ്താലോ, അല്ലെങ്കിൽ ഇന്നിത് ഉണ്ടാക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനത് ചെയ്യും. അവനെന്തോ ഇഷ്ടമാണ്. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രം അവൻ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടൊക്കെ വീട്ടിലേക്ക് വരും. എന്നെ വിളിച്ചു ചോദിച്ചു, കല്ലുമ്മക്കായ് വാങ്ങിക്കട്ടെ, നമുക്ക് നിറച്ചുകൂടെ, വൈകുന്നേരം ചായക്ക് എടുത്തൂടെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നീ വാങ്ങിക്ക്, ഇനി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പോലെ നന്നേ ചെറുതാവരുത് എന്നൊക്കെ പറഞ്ഞതാ. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇത് വന്നപ്പോഴോ ഏറ്റവും വലുതും അതിൽ ചിലതൊക്കെ ഒരു 2-3 ഒരു മീഡിയം സൈസിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അതെടുത്ത് കാണിച്ചു കൊടുത്ത്, ഇനി വാങ്ങിക്കുമ്പോഴേ ഇതുപോലെ നോക്കി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ ഒരൊറ്റ ഒന്ന് തിന്നാൽ മതി നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ നന്നായി മാവ് ഫില്ല് ചെയ്ത്, കാരണം അത് പകുതി ആകുമ്പോഴേ അതിന് കാണാനൊരു ഭംഗിയും ഇല്ല. അതുകൊണ്ട് നന്നായി മാവ് ഫില്ല് ചെയ്തിട്ടാണ് വെച്ചത്. ഒന്ന് തിന്നുമ്പോഴേക്കും വയറ് നിറയുന്നുണ്ടല്ലോ എന്നുള്ള അഭിപ്രായത്തോടു കൂടി അച്ഛനും വന്ന്. വീടിനൊരു പ്രത്യേകതയുണ്ടേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. കാരണം മുറ്റത്ത് തന്നെ കടയുള്ളത് കൊണ്ട് അന്നന്ന് വേണ്ട സാധനം അപ്പോൾ വാങ്ങിക്കുകയും ചെയ്യുക, ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കൂല. എൻ്റെ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്കുള്ള പച്ചക്കറിയും 1 മാസത്തേക്കുള്ള പലചരക്കെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. കാരണം പോയി വാങ്ങിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് ടൗണിലേക്ക് പോകണമല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുക. വീട്ടിലമ്മ ഒരു ദിവസം 2-3 പ്രാവശ്യമെങ്കിലും കടയിൽ പോകും. അത് അമ്മേൻ്റെ പണ്ടേയുള്ളൊരു ശീലമാണ്. കാരണം മറന്നു പോകും. ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ ചെറിയൊരു കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചു. താങ്ക് യു.